നമസ്കാരം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തയ്യാറെടുക്കുന്നു. 2000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഇടപാടുമായാണ് DMK നേതാവും തമിഴ് സിനിമാ നിർമ്മാതാവുമായ ജാഫറിനെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ചേർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. DMK നേതാവായ ഇയാൾ മന്ത്രി ഉദയനിധി സ്റ്റാലിന് 7 ലക്ഷം രൂപ നൽകിയതായും മൊഴി നൽകി. മാത്രമല്ല, ഇയാളും മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള DMK നേതാക്കളുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. ഫെബ്രുവരി 15-ന് സിന്തറ്റിക് മയക്കുമരുന്നായ മെത്താഫിറ്റമിൻ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്യൂഡോ എഫ്രഡിനുമായിട്ടാണ് തമിഴ്നാട് സ്വദേശികളായ 3 പേരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB പശ്ചിമ ഡൽഹിയിലെ ഗോഡൌണിൽ നിന്ന് പിടികൂടിയത്. കോക്കനട്ട് പൗഡർ, ഹെൽത്ത് മിക്സ് പൗഡർ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ അയക്കുന്നതിൻ്റെ മറവിലായിരുന്നു മയക്കുമരുന്ന് നിർമ്മാണത്തിനും രാസവസ്തുക്കളും വിദേശത്തേക്ക് കടത്തിയിരുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ചാണ് ഇത്തരത്തിൽ കടത്തു നടത്തുന്നതെന്നും NCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. മയക്കുമരുന്ന് നിർമ്മാണത്തിലുള്ള രാസവസ്തുക്കൾ വൻതോതിൽ തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കുന്നതായി ന്യൂസിലാൻഡ് കസ്റ്റംസും ഓസ്ട്രേലിയൻ പോലീസും നേരത്തെ NCBയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയൻ അന്വേഷണ ഏജൻസികളുമായി ചേർന്ന് NCB സംഘം അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് US ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച ചില സൂചനകൾ NCBക്ക് കൈമാറി. പരിശോധനയിൽ 50 കിലോഗ്രാം ന്യൂറോ എഫ്രിഡിനാണ് NCB സംഘം പിടിച്ചെടുത്തത്. ഭക്ഷ്യവസ്തുക്കൾക്കൊപ്പം ന്യൂറോ എഫ്രിഡിനും പാക്ക് ചെയ്യുന്നതിനിടെയായിരുന്നു സംഘത്തിന് പിടിവീണത്. പിന്നാലെ ഗോഡൌണിലുണ്ടായിരുന്ന 3 തമിഴ്നാട് സ്വദേശികളെയും ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുഖ്യ സൂത്രധാരനായ തമിഴ് സിനിമാ നിർമ്മാതാവിനെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞെങ്കിലും ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ നേരത്തെ പുറത്തുവിട്ടിരുന്നില്ല. 2 ആഴ്ചയിലേറെയായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ജാഫർ സാദിഖ് പിടിയിലായത്. 3 വർഷത്തിനിടെ ഏകദേശം 45 തവണ മയക്കുമരുന്ന് നിർമ്മാണത്തിലുള്ള രാസവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തിയതായി ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകി. അന്താരാഷ്ട്ര വിപണിയിൽ 2000 കോടി വില വരുന്ന 3500 കിലോ ന്യൂറോ എഫ്രിഡിനാണ് ഇത്തരത്തിൽ പല തവണകളായി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായി പ്രതികൾ സമ്മതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിയുടെ മകനെതിരെ വരുന്ന ഗുരുതരമായ ആരോപണം DMK നേതാക്കളെ പ്രതിസന്ധിയിലാക്കി. മാത്രമല്ല, തമിഴ്നാട്ടിൽ യുവാക്കളിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വ്യാപകമാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്.